അറിവുള്ളവർ, അത് പ്രായത്തിൽ കുറഞ്ഞവരായാലും പറഞ്ഞാൽ കേൾക്കണം. പറഞ്ഞു കേൾക്കുന്നത് മനസ്സിലാക്കിയും കൂടെ വേണം. മറ്റേ മലയാളീസ് അറിയാണ്ട് പോയ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അറിയരുത് എന്ന് കുറച്ച് പേർ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, UAE അവരുടെ ഇന്ത്യയിലെ പെട്രോളിയം റിസർവ് 30 മില്യൺ ബാരലാക്കി ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 2, എമിറേറ്റ്സ് NBD, അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി, ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് കമ്പനി, ഇവർ 3 പേരും കൂടി ചേർന്നിട്ട്, ഈ 3 എൻറ്റിറ്റീസും കൂടി ചേർന്നിട്ട് $5 ബില്യൺ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ബാങ്കിങ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ. മൂന്നാമത്തെ, ഇന്ത്യ AI മിഷന്റെ ഭാഗമായിട്ട് 8 എക്സാഫ്ലോപ്പ് സൂപ്പർ കമ്പ്യൂട്ട് ക്ലസ്റ്റർ നിർമ്മിക്കാനായിട്ട് UAE G42 എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് നമ്മൾ കരാർ കൊടുത്തിട്ടുണ്ട്. 4ാമത്തെ പോയിന്റ്, നെതർലൻഡ്സ് ചിപ്പ് മാനുഫാക്ചറിംഗ്, സെമി കണ്ടക്ടർ ലിത്തോഗ്രഫി, ഈ ടെക്നോളജീസിലൊക്കെ ലീഡിംഗ് നേഷനാണ് നെതർലൻഡ്സ്. അവരുടെ ടെക്നോളജി ഇന്ത്യയുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് അവർ എഗ്രി ചെയ്തിട്ടുണ്ട്. ഇനി കമ്മിങ് ടു നോർവേ, അവരുടെ GPGF ഗവൺമെന്റ് പെൻഷൻ ഗ്ലോബൽ ഫണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോവറിൻ ഫണ്ടാണ്. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫണ്ടാണിത്. ഓൾറെഡി ഇന്ത്യയിൽ $28 ബില്യൺ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അത് കൂട്ടാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ക്ലിയർ ആയിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ആർ എക്സ്പെക്ടിങ് മോർ ഇൻവെസ്റ്റ്മെന്റ്. ഇനി ഇന്ത്യയും EFTA നേഷൻസും തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാറിന്റെ ഭാഗമായിട്ട്, TEPA കരാർ, അതിന്റെ ഭാഗമായിട്ട് $100 ബില്യൺ ആണ് അടുത്ത 15 വർഷത്തിനുള്ളിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പ്രതീക്ഷിക്കുന്നത്. അപ്പം മലയാളീസിലൊരു മെജോറിറ്റി ആൾക്കാരും ഇതൊന്നും അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത്ര ആക്റ്റീവായിട്ട് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കാം. അല്ലാത്ത പക്ഷം സോഷ്യൽ മീഡിയ വഴി നിങ്ങളിലേക്ക് ഈ വക വിവരങ്ങളൊന്നും എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേ ഓൾവേസ് പ്രൊജക്ട് ദ ബാഡ് സൈഡ് ഓഫ് BJP. എല്ലാ പാർട്ടിക്കും നല്ലതുണ്ട്, ചീത്തയുണ്ട്. പക്ഷെ രാജ്യത്തിന് നല്ലത് ചെയ്യുന്ന ആരാണെങ്കിലും അത് പറയണം.